നിലമ്പൂരിലെ ഒരു രാഷ്ട്രീയ ശക്തി ഓരോ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചുവെന്ന് നോക്കാം. മാർഷൽ, നിലവിൽ നിയമസഭയിൽ UDF വലിയ മേൽക്കൈ ഉണ്ടെങ്കിലും ലോക്സഭയിലേക്ക് വന്നപ്പോൾ LDF അത് കാര്യമായ നേട്ടമുണ്ട്. പഞ്ചായത്തുകളിൽ അങ്ങനെയല്ല. പഞ്ചായത്തുകളിൽ വീണ്ടും വ്യത്യാസം നമുക്ക് കാണാം. LDF 5 പഞ്ചായത്തുകളിൽ, മുനിസിപ്പാലിറ്റി UDF 2 പഞ്ചായത്തുകളുമാണ് ഉള്ളത്. അങ്ങനെ ശക്തമായ ഒരു നില. അതിൽ നിലമ്പൂർ നഗരസഭയിൽ LDFന്റെ ലീഡ് എന്നത് 1527 വോട്ടാണ്. അതായത് 13,200 വോട്ട് മറുഭാഗത്തിന് കിട്ടിയപ്പോൾ ഇവർക്ക് 11,673 LDFന്റെ ലീഡ് 1527. വളരെ ചെറിയ ലീഡാണെങ്കിൽ പോലും അത് വഴിക്കടവിലെത്തുമ്പോൾ LDFനാണ് ലീഡ് കിട്ടുന്നത്. അത് 35 വോട്ടിൻ്റെ ലീഡ് LDFന് അവിടെ പറയാനുണ്ട്. ഇനിയും അവിടെ നിന്ന് വിട്ട് നമ്മൾ മുത്തേടത്ത് പോകുമ്പോൾ മുത്തേടത്ത് UDFനാണ് ലീഡ് വന്നിട്ടുള്ളത്. 2331 വോട്ടിൻ്റെ ലീഡ് 2021 തെരഞ്ഞെടുപ്പിൽ അവിടെ UDF നേടിയിട്ടുണ്ട്. അൻവർ ജയിച്ച തെരഞ്ഞെടുപ്പിന്റെ ഫലമാണ് ഈ പറയുന്നത്. എടക്കരയിൽ LDFന് 12 വോട്ടിന്റെ മാത്രം ലീഡാണുള്ളത്. UDFനെ സംബന്ധിച്ച് 7757 എന്നത് LDF നേടുമ്പോൾ 7745 വോട്ടുമായി തൊട്ടു പിന്നിൽ പോത്തുകല്ലിലേക്ക് പോകുമ്പോൾ വീണ്ടും മാറ്റമുണ്ട്. പോത്തുകല്ല് LDFന് കുറച്ചുകൂടെ ലീഡ് ഉയർത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ അന്ന് 506 വോട്ടിന്റെ ലീഡാണ് LDF പോത്തുകല്ല് പഞ്ചായത്തിൽ നേടിയിട്ടുള്ളത്. അതായത് ചെറിയ വോട്ടുകളുടെ ആണെങ്കിൽ പോലും LDFന് ലീഡ് സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് 2021. അതിൽ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോഴെന്ന് എല്ലാവർക്കും അറിയാം. അത് ഏതൊക്കെ വിധത്തിലാണ് ബാധിക്കുക. പോത്തുകല്ല് മാറിയിട്ട് ഇനിയിപ്പോൾ ചുങ്കത്തറയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ UDFനാണ് ഇതേ സെയിമായിട്ടുള്ള ലീഡ് വന്നിട്ടുള്ളത്. UDF 314 വോട്ടിൻ്റെ ലീഡാണ് അവിടെ നേടിയിട്ടുള്ളത്. ചുങ്കത്തറ അതുകൊണ്ട് തന്നെ UDFനൊപ്പം നിന്നതാണ് 2021. എന്നാൽ കരുളായിൽ LDFന് തന്നെയാണ് ലീഡ്. കുറച്ചുകൂടി ശക്തമായ ലീഡാണ്. അവിടെ 1449 വോട്ട് LDFന് നേടാൻ കഴിഞ്ഞു. 7605 വോട്ട് LDF നേടുമ്പോൾ UDF സ്കോർ ചെയ്തത് 6159 വോട്ടാണ്. എന്നാൽ കരുളായ്ക്കൊപ്പം തന്നെ അമരമ്പലവും കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് LDFന് മറ്റൊരു പ്രതീക്ഷ നൽകുന്ന പഞ്ചായത്ത്. കാരണം അവിടെ 1492 വോട്ടിൻ്റെ ലീഡാണ് കഴിഞ്ഞ തവണ PV അൻവർ LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചപ്പോൾ നേടിയത്. അങ്ങനെ 2021 തെരഞ്ഞെടുപ്പ് ഫലം വെച്ച് നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോൾ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും ഏതൊക്കെ രീതിയിലാണ് കൃത്യമായ ഒരു വലിയ മേൽക്കൈ ആർക്കെങ്കിലും അവകാശപ്പെടാൻ കഴിയുന്ന ഒരു മണ്ഡലമായിട്ട് നമുക്ക് നിലമ്പൂരിനെ കാണാൻ സാധിക്കില്ല. മറ്റൊന്ന് ഉപതെരഞ്ഞെടുപ്പാണ്. ഉപതെരഞ്ഞെടുപ്പാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഭരണവിരുദ്ധ വികാരത്തിന്മേലുള്ള ജനങ്ങളുടെ ഒരു ഓട്ടാണ് നമ്മൾ എല്ലാ തവണയും കാണാറുള്ളത്. എന്നാൽ ഇവിടെ ഭരണവിരുദ്ധ വികാരം വിഘടിച്ചു പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. PV അൻവർ, ഒപ്പം തന്നെ BJPയുടെ സ്ഥാനാർത്ഥി, SDPയുടെ സ്ഥാനാർത്ഥി തുടങ്ങിയവരെല്ലാം നിൽക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലായിരിക്കും നിലമ്പൂർ ചിന്തിക്കുക എന്ന് പറയാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് അവസാന നിമിഷം വരെയും നമ്മൾ കാണുന്നത് കണക്കുകൾ പരിശോധിക്കുമ്പോൾ. അതായത് 12 മുതൽ 1500 വോട്ട് വരെ ഇങ്ങനെയാണ് ഓരോ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചുള്ള വ്യത്യാസം. അതുകൊണ്ട് അത് എങ്ങനെ വേണമെങ്കിലും ചാഞ്ചാടാൻ കഴിയുന്ന വോട്ടാണ്. നിലവിലെ സാഹചര്യങ്ങളൊക്കെ വോട്ടർമാരെ ബാധിക്കുമ്പോൾ ഈ നേട്ടം ആർക്ക് സ്വന്തമാകും അത് കാത്തിരുന്ന് കണ്ടേ മതിയാകും.